ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എക്സ്പെൻസസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ് ഒരു ടോപ്പിക്ക്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് കോസ്റ്റ് ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. ദ റിസർച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ദ കോസ്റ്റ് ഓഫ് സെർച്ചിങ് ഫോർ ന്യൂ പ്രോഡക്ട്സ്, ന്യൂ മാനുഫാക്ചറിങ് പ്രോസസ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ്, പ്രോസസ് ഓർ എക്യുപ്മെൻറ്റ്. അതായത് ഒരു ന്യൂ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള സെർച്ചിങ്, അല്ലെങ്കിൽ ഒരു ന്യൂ മാനുഫാക്ചറിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, ഇതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് റിസർച്ച് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ദ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് എ കോസ്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഓർ അതർ നോളജ് ഇൻ ടു എ പ്ലാൻ ഓർ ഡിസൈൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഓർ സബ്സ്റ്റാൻഷ്യലി ഇംപ്രൂവ്ഡ് മെറ്റീരിയൽസ്, ഡിവൈസസ്, പ്രോഡക്ട്സ്, പ്രോസസ് എക്സെട്ര പ്രയർ ടു ദ കമൻസ്മെൻറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ റിസർച്ചിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫൈൻഡിങ്സ്, നോളജ് വെച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനുള്ള പ്ലാൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സം ഓഫ് ദ കോസ്റ്റ് റിലേറ്റഡ് ടു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ ഗിവൺ ബിലോ. ഇതാണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ റിസർച്ചിൽ യൂസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, സാലറീസ് ആൻഡ് വേജസ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റാഫ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റാഫിന് കൊടുക്കുന്ന സാലറീസും വേജസും, സബ്സ്ക്രിപ്ഷൻ ടു റിസർച്ച് അസോസിയേഷൻസിനുള്ള സബ്സ്ക്രിപ്ഷൻസ്, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ആൻഡ് ട്രയൽ റൺസ് എക്സെട്ര. നമ്മൾ ശരിക്കുള്ള ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുന്നേയിട്ട് കുറേ ട്രയൽ റൺസ് ഒക്കെ നടത്തും, അതിനുള്ള കോസ്റ്റും ഇതിൽ ഉൾപ്പെടും. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് റിസർച്ച് കോസ്റ്റാണ്. ഇത് രണ്ട് രീതിയിലാണ്, ബേസിക് റിസർച്ചും അപ്ലൈഡ് റിസർച്ചും. ദ ബേസിക് എയിം ഓഫ് ദിസ് കോസ്റ്റ് ഈസ് ടു ഡിസ്കവർ ന്യൂ ഐഡിയാസ് ഓർ ബ്രേക്കിംഗ് ന്യൂ ഗ്രൗണ്ട്സ്, അഡ്വാൻസ്മെൻറ്റ് ഓഫ് നോളജ്. ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനുള്ളൊരു ന്യൂ ഗ്രൗണ്ട് അല്ലെങ്കിൽ നോളജ് കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്യുക, അത് ഡിസ്കവർ ചെയ്യാനായിട്ട് നമുക്കുണ്ടാകുന്ന കോസ്റ്റാണ് ബേസിക് റിസർച്ചിൽ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് അതാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ടാണ് ഈ കോസ്റ്റ് കാണിക്കുക. ഏത് പീരീഡാണോ ഉണ്ടാവുന്നത് ആ പീരീഡിൽ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ടാണ് കാണിക്കുക. കൂടാതെ ഇത് പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അടുത്തതാണ് അപ്ലൈഡ് റിസർച്ച്. This cost oriented towards current problems. This aim is to find out better solution for them. കറണ്ട് പ്രോബ്ലംസ് കണ്ടുപിടിക്കുക, അതിന് ബെറ്റർ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിൻ്റെ മെയിൻ എയിം. ഇത് ട്രീറ്റ് ചെയ്യുന്നത് 3 വിധത്തിലാണ്. അതായത് ഇപ്പോൾ നമുക്ക് അപ്ലൈഡ് റിസർച്ചിൻ്റെ കോസ്റ്റ് ഉണ്ടാവുന്നത് നമ്മളുടെ ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് കാണിക്കുക. ഏത് പീരീഡാണോ ഉണ്ടാവുന്നത് ആ പീരീഡിലേക്കുള്ള ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് കാണിക്കുക. കൂടാതെ നമ്മളുടെ ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഈ കോസ്റ്റ് ഉണ്ടാവുന്നത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനും കൂടാതെ നമ്മളുടെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനും കൂടി വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഇതിനെ ഫ്യൂച്ചർ പീരീഡിലേക്ക് അമോർട്ടൈസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ അപ്ലൈഡ് റിസർച്ചിൻ്റെ കോസ്റ്റ് ഉണ്ടാവുന്നത് ഒരു പ്രത്യേക ഒരു കസ്റ്റമറിൻ്റെ ഒരു കറണ്ട് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമാണ് നമുക്കിതിൻ്റെ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിലേക്കാണ് നേരിട്ട് ഈ കോസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുക. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആണ്. റിസർച്ച് കോസ്റ്റ് എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ് ഡെവലപ്മെൻറ്റ് കോസ്റ്റും ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് എക്സ്പെൻസ് ആണ് പ്രിലിമിനറി എക്സ്പെൻസസ്. ദീസ് കോസ്റ്റ് ആർ ഇൻകേർഡ് ബൈ പ്രൊമോട്ടേഴ്സ് ഓഫ് കമ്പനീസ് ഓർ ബിസിനസ് എൻ്റർപ്രൈസസ് ബിഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ പ്രൊമോട്ടേഴ്സിന് ഉണ്ടാകുന്ന കോസ്റ്റാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലീഗൽ ഓർ പ്രൊഫഷണൽ ഫീസ്, ലോഗോ ഡിസൈനിങ് കോസ്റ്റ്, രജിസ്ട്രേഷൻ ഫീസ് എക്സെട്ര. ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്. നമുക്കറിയാം, ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടിത്തുടങ്ങില്ല. കുറച്ച് കാലം കഴിഞ്ഞാലാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുക. അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ സെർട്ടൻ നമ്പർ ഓഫ് ഇയേഴ്സിലേക്കാണ് റിട്ടേൺ ഓഫ് ചെയ്യുക. The benefit of this cost will acquire a number of years, hence it is written off over a certain number of years. It is an example of fictitious asset. In cost accounting, the amount of preliminary expenses written off should be excluded. Fictitious asset ആയിട്ടാണ് വരിക. കൂടാതെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസിൻ്റെ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യും. അതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ്. അടുത്തതാണ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ്. റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്തായാലും കുറേ ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ഡിഫക്റ്റീവ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അതിൻ്റേതായ നോംസും റൂൾസും ഉണ്ടായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ഡിഫക്റ്റീവ് പ്രൊഡക്ട്സ് എന്ന് പറയുക.
അപ്പോൾ ഈ ഡിഫക്റ്റീവ് പ്രൊഡക്ട്സിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ് ചിലവഴിച്ച് കഴിഞ്ഞാൽ അതിനൊരു സെയിലബിൾ പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റും. ആ കോസ്റ്റിനെയാണ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുക. ഇനി അടുത്ത് പറയുന്നത് കോസസ് ഫോർ ഡിഫക്റ്റീവ്സ് ആണ്. പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, ലാക്ക് ഓഫ് സ്കിൽ ഓർ ട്രെയിനിങ്, ലാക്ക് ഓഫ് പ്രോപ്പർ സൂപ്പർവിഷൻ, കെയർലെസ് ഇൻസ്പെക്ഷൻ, പുവർ വർക്കിംഗ് കണ്ടീഷൻ, ഇതൊക്കെയാണ് ഡിഫക്റ്റീവ്സിന് കാരണമാവുന്നത്. നമുക്കറിയാം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. കൂടാതെ സ്കില്ല് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഇല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി കുറയും. ഇത് ഡിഫക്റ്റീവ്സിന് കാരണമാവും. അതുപോലെ തന്നെ പ്രോപ്പർ സൂപ്പർവിഷൻ കിട്ടേണ്ടി വരും എംപ്ലോയീസിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ. കെയർലെസ് ഇൻസ്പെക്ഷൻ ഉണ്ടെങ്കിലും എഫിഷ്യൻസി കുറയും. ഇത് ഡിഫക്റ്റീവ്സിന് കാരണമാവും. പുവർ വർക്കിംഗ് കണ്ടീഷനും ഡിഫക്റ്റീവ്സിന് കാരണമാവും. ഇനി സ്റ്റെപ്സ് ഫോർ കൺട്രോളിങ് ഡിഫക്റ്റീവ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ്, സ്റ്റാൻഡേർഡ് ഫോർ ഡിഫക്റ്റീവ് വർക്ക് ആൻഡ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് ഷുഡ് ബി ഫിക്സഡ്. ഒരു സ്റ്റാൻഡേർഡ് ഡിഫക്റ്റീവ് വർക്കിനും റെക്ടിഫിക്കേഷൻ കോസ്റ്റിനും ഒരു സ്റ്റാൻഡേർഡ് ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ദ ഡിസൈൻ, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി ഇൻവോൾവ് ഇൻ ദ ഡിസൈൻ ഓഫ് പ്രൊഡക്ട്സ്. ഡിസൈൻ ഓഫ് പ്രൊഡക്ട്സിൽ കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെല്ലാവരും ഉൾക്കൊള്ളിക്കുക. പിന്നെ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് സെലക്ട് ദ റൈറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് വിത്ത് പ്രോപ്പർ സ്പെസിഫിക്കേഷൻ. ആ പ്രൊഡക്റ്റിന് പറ്റിയ റൈറ്റ് ക്വാളിറ്റി ആയിട്ടുള്ള അത്രയും പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യണം. പിന്നെ പ്രോപ്പർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി സെലക്റ്റഡ്. പ്ലാന്റും മെഷീനറിയും പ്രോപ്പർ ആയിട്ടുള്ള പ്ലാന്റും മെഷീനറിയും സെലക്ട് ചെയ്യണം. ഓൺലി ദോസ് ഓപ്പറേറ്റേഴ്സ് ഹു ഹാവ് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് മസ്റ്റ് ബി സെലക്റ്റഡ്. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യണം. പിന്നെ റിപ്പോർട്ട് ഓൺ ഡിഫക്റ്റീവ് വർക്ക് ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. എ സ്യൂട്ടബിൾ ഇൻസെൻറ്റീവ് സ്കീം മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്. സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇൻസെൻറ്റീവ് സ്കീമും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് സ്റ്റെപ്സ് ഫോർ കൺട്രോളിങ് ഡിഫക്റ്റീവ്സ്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് ആണ് പറയുന്നത്. 3 വിധത്തിലാണ് പറയുന്നത്. നോർമൽ ആൻഡ് ഐഡൻറ്റിഫയബിൾ വിത്ത് ജോബ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കൊരു ജോബും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് ഇവിടെയാണ് ആ ഒരു കോസ്റ്റ് ഉണ്ടായെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ജോബിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ആണ് നേരിട്ട് നമ്മൾ ഈ കോസ്റ്റ് ചാർജ് ചെയ്യേണ്ടത്. അടുത്തത് ദ ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ വിച്ച് ക്യാനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ജോബ്സ്. അങ്ങനെ നമുക്ക് ഒരു പ്രത്യേക ജോബിലേക്കും വർക്കിലേക്കും അതങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളത് ജനറൽ ഓവർഹെഡോ അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡോ ആയിട്ടാണ് കോസ്റ്റ് കാണിക്കേണ്ടത്. ഇനി ഡിഫക്റ്റീവ് വിച്ച് ആർ ഓഫ് അബ്നോർമൽ നേച്ചർ. അബ്നോർമൽ നേച്ചറുള്ള ഡിഫക്റ്റീവ്സ് ആണെങ്കിൽ അതിന് കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് കാണിക്കേണ്ടത്. ഒരു പ്രത്യേക ജോബോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണാൻ പറ്റുമെങ്കിൽ അതിനെ ആ ഒരു പർട്ടിക്കുലർ ജോബോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യുക. ദ ഡിഫക്റ്റീവ് പ്രൊഡക്ഷൻ വിച്ച് ക്യാനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ജോബ്സ് ആണെങ്കിൽ അതിനെ ജനറൽ ഓവർഹെഡ് ഒരു ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് കാണിക്കുക. അബ്നോർമൽ നേച്ചറിലുള്ള ഡിഫക്റ്റീവ്സ് ആണെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കും. അടുത്തതാണ് ഒബ്സലസൻസ്. ഒബ്സലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലോ ടെക്നോളജിയിലോ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ലോസിനെയാണ് ഒബ്സലസൻസ് എന്ന് പറയുക. ഇറ്റ് ഇസ് എ സഡൻ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ ഓഫ് ടെക്നോളജി. അടുത്ത ട്രീറ്റ്മെൻറ്റ് ഓഫ് ഒബ്സലസൻസ് ആണ് പറയുന്നത്. ഇഫ് ഇറ്റ് ക്യാൻ ബി ഫോർസീൻ ദ ലോസ് വാല്യൂ ഷുഡ് ബി കവേർഡ് ബൈ അഡീഷണൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. നമുക്ക് മുൻകൂട്ടി തന്നെ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഇന്ന ചേഞ്ച് ഉണ്ടാവും, ടെക്നോളജിയിൽ ഇങ്ങനെ അഡ്വാൻസ്മെൻറ്റ് വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനൊരു അഡീഷണൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആയിട്ടാണ് കാണേണ്ടത്. അങ്ങനെയാണ് ആ കോസ്റ്റിനെ കവർ ചെയ്യുക. ഇനി നമുക്കത് മുൻകൂട്ടി കാണാൻ പറ്റിയില്ലെങ്കിൽ ഇഫ് ഇറ്റ് ക്യാനോട്ട് ബി ഫോർസീൻ ദ ലോസ് ഷുഡ് ബി റിട്ടേൺ ഓഫ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൻ്റെ ലോസ് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത്. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഒബ്സലസൻസ്. വേസ്റ്റ് അഥവാ വേസ്റ്റേജ് ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ പോർഷൻ ഓഫ് ബേസിക് റോ മെറ്റീരിയൽ വിച്ച് ഈസ് ലോസ്റ്റ് ഇൻ പ്രോസസ്സിങ്. പ്രോസസ്സിങ്ങിൽ ലോസ് ആവുന്ന പോർഷൻ ഓഫ് ബേസിക് റോ മെറ്റീരിയലിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഹാസ് നോ റിക്കവറി വാല്യൂ. ഇറ്റ് മേ ബി വിസിബിൾ ഓർ ഇൻവിസിബിൾ. വിസിബിളോ ഇൻവിസിബിളോ ആവാം. വിസിബിൾ ആയിട്ടുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ആഷ്, സാൻഡ്, ഡസ്റ്റ് ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഇൻവിസിബിൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഈ നീരാവിയായിട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ ഇതിലാണ് വരിക. പിന്നെ വേസ്റ്റിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നോർമൽ വേസ്റ്റും അബ്നോർമൽ വേസ്റ്റും. നോർമൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നാച്ചുറൽ ആൻഡ് ഇൻസിഡൻറ്റ് ടു പ്രൊഡക്ഷൻ. നാച്ചുറൽ ആയിരിക്കും ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ അൺഅവോയ്ഡബിൾ ആണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇറ്റ് അറൈസസ് ബിക്കോസ് ഓഫ് ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽ നേച്ചറിനെ കൊണ്ടാണ് ഇത് മിക്കവാറും ഉണ്ടാവുന്നത്.
എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ലോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് അതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ കുറേ വേസ്റ്റേജ് ഉണ്ടാവും. അതാണ് നോർമൽ വേസ്റ്റിന് എക്സാമ്പിൾ. ഇനി അബ്നോർമൽ വേസ്റ്റ് ആണ്. അറൈസസ് ഡ്യൂ ടു അബ്നോർമൽ റീസൺസ് ആണ്. എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫയർ തെഫ്റ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ്, അതൊക്കെയാണ് അബ്നോർമൽ വേസ്റ്റിൽ വരിക. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് നോർമൽ വേസ്റ്റ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റ്, ദ വാല്യൂ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ റിമൈനിങ് യൂണിറ്റ്സ്. ഒരു പാർട്ട് ഓഫ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് റിമൈനിങ് യൂണിറ്റ്സിൻ്റെ മേലെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് ഓഫ് അബ്നോർമൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പാർട്ട് ഓഫ് കോസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മളത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ആണ് സ്ക്രാപ്പ്. സ്ക്രാപ്പ് കൺട്രോൾ ഈസ് എ റെസിഡ്വൽ മെറ്റീരിയൽ ദാറ്റ് ഹാസ് എ റിക്കവറി വാല്യൂ. റിക്കവറി വാല്യൂ ഉള്ള ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ഇൻസിഡൻ്റൽ റെസിഡ്യൂ ഫ്രം ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. ഇറ്റ് ഈസ് റിക്കവറബിൾ ആൻഡ് മെഷറബിൾ വിത്തൗട്ട് പ്രോസസ്സിംഗ്. ഒരു പ്രോസസ്സിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് റിക്കവറബിളും മെഷറബിളും ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് എന്ന് പറയുക. ഫോർ കൺട്രോൾ പ്രോസസ് സ്ക്രാപ്പ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ദ ഫോളോയിങ് ആയിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ്, അതായത് പ്രീഡിറ്റർമൈൻഡ് ഓർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻ അഡ്വാൻസ് ഡ്യൂ ടു എക്സ്പീരിയൻസ് ഇൻ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് മുന്നേ തന്നെ ഇത്ര സ്ക്രാപ്പ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് പറയുക. അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഫ്രം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്. ഇതൊരു ഓർഗനൈസേഷനിലെ പോളിസിയിൽ റൂൾസിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന മെറ്റീരിയൽസിന് ലോസിനൊക്കെയാണ് സ്ക്രാപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുക. ഡിഫക്റ്റീവ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ റിസൾട്ടിങ് ഫ്രം പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, നെഗ്ലിജൻറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽസ് എക്സെട്ര. മെറ്റീരിയൽസിൻ്റെ പുവർ ക്വാളിറ്റി കാരണം അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഹാൻഡ്ലിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. അതാണ് 3 സ്ക്രാപ്പിൻ്റെ ഡിവിഷൻ. അടുത്തത് കൺട്രോൾ ഓഫ് സ്ക്രാപ്പാണ്. ഫസ്റ്റ് പോയിന്റ്, മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ സ്റ്റേജ്. പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ സ്റ്റേജിൽ തന്നെ മെറ്റീരിയൽസ് കറക്റ്റായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. സെലക്ഷൻ ഓഫ് റൈറ്റ് മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെൻറ്റ്, ആ ഒരു പ്രൊഡക്റ്റിന് പറ്റിയ റൈറ്റ് മെറ്റീരിയൽ എക്യുപ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. സെലക്ഷൻ ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണൽ വിത്ത് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്, ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ട പ്രോപ്പർ ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഉള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സണൽസിനെ സെലക്ട് ചെയ്യണം. ഡിറ്റർമിനേഷൻ ഓഫ് ആക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ഓഫ് സ്ക്രാപ്പ്, ആദ്യം തന്നെ എത്രമാത്രം സ്ക്രാപ്പ് ഉണ്ടാവാം എന്നുള്ള ഒരു ലിമിറ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. പിന്നെ റിപ്പോർട്ടിംഗ് ദ സോഴ്സ് ഓഫ് വേസ്റ്റ്, ക്വാണ്ടം ഓഫ് വേസ്റ്റ്, എവിടെ നിന്നാണ് വേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടായത്, എത്ര വേസ്റ്റ് ഉണ്ടായി എന്നുള്ളതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഫിക്സേഷൻ ഓഫ് സ്പെസിഫിക് ഏരിയാസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിനായിട്ട് ബിലോങ് ചെയ്തിട്ട് ഏതിനെ ബന്ധപ്പെട്ടാണ് വരുന്നത് അതിന് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണം. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പാണ്. സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് സ്ക്രാപ്പ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഫാക്ടറി ഓവർഹെഡ്സ് ഓർ മെറ്റീരിയൽ കോസ്റ്റ്. സ്ക്രാപ്പിൽ നിന്നുണ്ടാവുന്ന സെയിൽസ് പ്രൊസീഡ്സ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സിന്നോ അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റിനോ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ മറ്റൊരു വിധേന നമുക്ക് ക്രെഡിറ്റഡ് ടു പർട്ടിക്കുലർ ജോബ് ഓർ പ്രോസസ് ഓർ ഓപ്പറേഷൻ ഫ്രം വിച്ച് ഇറ്റ് ഈസ് റിസൾട്ട് ചെയ്തിട്ടുള്ള ജോബ് ഓർ പ്രോസസ്സിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ സ്ക്രാപ്പിൻ്റെ അക്കൗണ്ടിൽ ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ വാല്യൂ, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതൊരു സ്മോൾ വാല്യൂ അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാം. സെയിൽസ് പ്രൊസീഡ്സ് നമ്മൾ ഫാക്ടറി ഓവർഹെഡിന്നോ അല്ലെങ്കിൽ മെറ്റീരിയലിനോ ലെസ് ചെയ്ത് കാണിക്കുക. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോബ് ഓർ പ്രോസസ്സ് എവിടെ നിന്നാണ് സ്ക്രാപ്പ് ഉണ്ടായിട്ടുള്ളത് അതിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. സ്മോൾ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. അതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പ്. ഇനി അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പാണ്. ഫസ്റ്റ് പോയിന്റ് വേസ്റ്റിൽ ലോസ് ഇൻ ദ ഫോം ഓഫ് ഇവാപ്പറേഷൻ, ഷ്രിങ്കേജ്, ഡസ്റ്റ് ഓർ ഡിറ്റോറേഷൻ. അതായത് ഞാൻ പറഞ്ഞു ആവിയായിട്ടും അങ്ങനെയൊക്കെ പോകുന്ന കുറേ മെറ്റീരിയൽസിൻ്റെയൊക്കെ ഇത് മൂലം ഉണ്ടാകുന്ന ലോസാണ് വേസ്റ്റിൽ വരിക. സ്ക്രാപ്പിൽ വരുന്നത് ലോസ് റിസൾട്ടിങ് ഫ്രം ട്രിമ്മിങ്, ഫയലിംഗ്. നമ്മുടെ ഈ മിനുക്ക് പണികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്ന ലോസുകളാണ് സ്ക്രാപ്പിൽ. വേസ്റ്റിന് നോ വാല്യൂ, പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. പക്ഷേ സ്ക്രാപ്പിൽ നമുക്ക് അത് വിറ്റ് കഴിഞ്ഞാൽ കാശ് കിട്ടും. അപ്പോൾ ഇറ്റ് ഹാസ് സം വാല്യൂ. ഇത് മേ ഓർ മേ നോട്ട് ബി ഫിസിക്കലി അവൈലബിൾ. വേസ്റ്റ് ഞാൻ പറഞ്ഞു 2 വിധത്തിലുണ്ട്, വിസിബിളും ഇൻവിസിബിളും. അതാണ് അവിടെ പറയുന്നത്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഫിസിക്കലി അവൈലബിൾ. ഫിസിക്കലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ റീയൂസ് ചെയ്യാൻ പറ്റില്ല വേസ്റ്റ്.
സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം അതർ ഓർ ജോബിനും പ്രോസസ്സിനും വേണ്ടിയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്പോയിലേജ് ആണ് പറയണേ. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഹാസ് ബീൻ ഡാമേജ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൽ ഡാമേജ് വന്നിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ സ്പോയിലേജ് എന്ന് പറയുക. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആസ് റോ മെറ്റീരിയൽ എയ്തർ ഇൻ ദ സെയിം പ്രോസസ് ഓർ ഇൻ അനദർ പ്രോസസ്. സെയിം പ്രോസസ്സിലോ അല്ലെങ്കിൽ അനദർ പ്രോസസ്സിലോ നമുക്ക് അത് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മാൻ മെയ്ഡ് ആണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സ്പോയിലേജ് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് സ്ക്രാപ്പിനെയാണ് സ്പോയിലേജ് എന്ന് പറയുക. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഫോൾട്ട് ഇൻ ഓപ്പറേഷൻ, ബാഡ് വർക്ക്മാൻഷിപ്പ് എക്സെട്ര. ഇറ്റ് മേ ബി നോർമൽ ഓർ അബ്നോർമൽ. നോർമലോ അബ്നോർമലോ ആവാം. ഈ കൺട്രോൾ ഓഫ് സ്പോയിലേജ് പറയുന്നത് ദ ഡിസൈൻ, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി ഇൻവോൾവ് ഇൻ ദ ഡിസൈൻ ഓഫ് പ്രൊഡക്ട്സ്. ഡിസൈൻ ഓഫ് പ്രൊഡക്ട്സിൽ നമ്മളുടെ ഈ കൺസേൺ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് സെലക്ട് ദ റൈറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് വിത്ത് പ്രോപ്പർ സ്പെസിഫിക്കേഷൻ. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രോപ്പർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി സെലക്റ്റഡ്. പ്രോപ്പർ പ്ലാന്റും മെഷീനറിയും സെലക്ട് ചെയ്യണം. ഓൺലി ദോസ് ഓപ്പറേറ്റേഴ്സ് ഹു ഹാവ് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് മസ്റ്റ് ബി സെലക്റ്റഡ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിനെ വേണം നമ്മൾ അതിനുവേണ്ടി സെലക്ട് ചെയ്യാൻ. റിപ്പോർട്ട്സ് ഓൺ സ്പോയിലേജ് ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റും ഒരു സ്യൂട്ടബിൾ ഇൻസെൻറ്റീവ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പോയിലേജ് ആണ്. ദ കോസ്റ്റ് നോർമൽ സ്പോയിലേജ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഗുഡ് ഔട്ട്പുട്ട്. നോർമൽ സ്പോയിലേജ് നമ്മൾ നേരിട്ട് ആ ഔട്ട്പുട്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. കോസ്റ്റ് ഓഫ് അബ്നോർമൽ സ്പോയിലേജ് ഷുഡ് ബി ഡെബിറ്റഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അബ്നോർമൽ സ്പോയിലേജ് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്ത് കാണിക്കുക. വെൻ ദ നോർമൽ സ്പോയിൽഡ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് അഗെയിൻ ആസ് എ റോ മെറ്റീരിയൽ ഇൻ ദ സെയിം പ്രോസസ്, നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. നോർമൽ സ്പോയിൽഡ് യൂണിറ്റ്സ് നമ്മൾ ആ ഒരു പ്രോസസ്സിൻ്റെ തന്നെ റോ മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ ഇൻ അനദർ പ്രോസസ്, ക്രെഡിറ്റ് ഷുഡ് ബി ഗിവൺ ടു ദ ജോബർ പ്രോസസ് ഫ്രം വിച്ച് സ്പോയിലേജ് ഇസ് റിസൾട്ടഡ്. മറ്റൊരു പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോബർ പ്രോസസ്സിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം. എവിടെ നിന്നാണോ സ്പോയിലേജ് ഉണ്ടായത് ആ ജോബർ പ്രോസസ്സിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഡെബിറ്റ് ചെയ്യേണ്ടത് പ്രോസസ് ഓർ ജോബ് ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ഏത് പ്രോസസ് ഓർ ജോബിലാണ് അത് യൂസ് ചെയ്തത് ആ പ്രോസസ് ഓർ ജോബിനെ ഡെബിറ്റ് ചെയ്തിട്ടും ഉണ്ടാവണം. അതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പോയിലേജ്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്രാപ്പ് ആൻഡ് സ്പോയിലേജ് ആണ് പറയുന്നത്. സ്ക്രാപ്പ് ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഇൻഹെറൻറ്റ് നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൻ്റെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് സ്ക്രാപ്പ്. സ്പോയിലേജ് ആണ് ഇറ്റ് അറൈസസ് ഡ്യൂ ടു സം ഡിഫക്ട്സ് ഇൻ ഓപ്പറേഷൻ ഓർ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ ഓപ്പറേഷനെയും മാൻമെയ്ഡ് സ്ക്രാപ്പാണല്ലോ സ്പോയിലേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്നതാണ് സ്പോയിലേജ്. സ്ക്രാപ്പ് ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി ലോസ് ഓഫ് മെറ്റീരിയൽ ലോസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഇറ്റ് ഇൻവോൾവ്സ് സ്പോയിലേജിൽ ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ലോസ് ഓഫ് മെറ്റീരിയൽസ് ബട്ട് ഓൾസോ ലോസ് ഓഫ് ലേബർ ആൻഡ് ഓവർ ഹെഡ്. മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും കൂടി ഉണ്ടാകുന്നതിനെ കൊണ്ട് ഇവിടെ ലേബറും ഓവർ ഹെഡിൻ്റെ ഒക്കെ ലോസ് ഉണ്ടാവും. സ്ക്രാപ്പ് നോർമൽ സ്ക്രാപ്പ് ഈസ് അൺഅവോയ്ഡബിൾ ആണ്. സ്പോയിലേജ് എന്ന് പറയുന്നത് അവോയ്ഡബിൾ ആണ്. സ്ക്രാപ്പ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഇത് മൂലം ഉണ്ടാവുന്നതിനെ കൊണ്ട് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ബിഗിനിങ്. സ്പോയിലേജ് എന്ന് പറയുന്നത് നമ്മൾ ഓവർ ഹെഡും ലേബറിനെയൊക്കെ ബാധിക്കുന്ന കാര്യം അതുകൊണ്ട് ഇറ്റ് ഒക്കേഴ്സ് മോർ ടുവേർഡ്സ് ദ ഫിനിഷിംഗ് സ്റ്റേജ്. അടുത്തത് ഡിഫക്റ്റീവ്സ് ആണ്. ഇറ്റ് പ്രസൻറ്റ് ദാറ്റ് പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ ഹാവിങ് സം ഡിഫക്ട്സ് ഉള്ള പാർട്ട് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ ഡിഫക്റ്റീവ്സ് എന്ന് പറയുക. ബൈ ഇൻകറിങ് എക്സ്ട്രാ കോസ്റ്റ് ദിസ് പ്രോഡക്ട്സ് ക്യാൻ ബി ടേൺ ഇൻ ടു ഗുഡ് യൂണിറ്റ്സ്. ഒരു എക്സ്ട്രാ കോസ്റ്റ് ഇതിൻ്റെ മേലെ നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഗുഡ് യൂണിറ്റ്സ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.